നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ BJP തലസ്ഥാന നഗരസഭയുടെ ഭരണം പിടിച്ചെടുത്തത് RSSന്റെ സഹായത്തോടെ. RSS ഒരുക്കിയ തന്ത്രങ്ങളാണ് അന്ന് BJPയുടെ വിജയത്തിൽ കലാശിച്ചത്. വാർഡ് തലത്തിൽ അന്ന് RSS തങ്ങളുടെ പ്രവർത്തനം കേന്ദ്രീകരിച്ചിരുന്നു. വിജയിക്കുക എന്ന ഒരൊറ്റ ലക്ഷ്യം മാത്രമായിരുന്നു RSSന് മുന്നിൽ. അതൊരു സാമ്പിൾ വെടിക്കെട്ട്. ഇപ്പോഴിതാ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ഈ തന്ത്രം നടപ്പിലാക്കാൻ RSS തീരുമാനമെടുത്തു. കേരളത്തിൽ നടക്കുന്ന ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യമായാണ് ഇത്തരത്തിലൊരു ഏകോപന ലക്ഷ്യത്തോടെ RSS ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ പൂർണ്ണ പ്രവർത്തനങ്ങൾ ഇക്കുറി RSS നിയന്ത്രണത്തിലായിരിക്കുമെന്ന് ഉറപ്പിച്ചു. കേരളത്തിൽ 55 സീറ്റുകൾ കേന്ദ്രീകരിച്ച് ശക്തമായ പ്രചരണം നടത്തുക, വാർഡ് തലത്തിൽ RSS യൂണിറ്റുകളെ ഏകോപിപ്പിച്ച് അതിശക്തമായ പ്രചരണം നടത്താനാണ് ഇപ്പോൾ RSS തീരുമാനമെടുത്തിരിക്കുന്നത്. BJPയെ സംബന്ധിച്ച് ഇതൊരു ശക്തി സ്രോതസ് തന്നെ. 55 സീറ്റുകളിൽ ശക്തമായ പ്രചരണം നടത്തുക, 35 സീറ്റുകളിൽ വിജയിക്കുക. ഇത്തരമൊരു ലക്ഷ്യം മുൻനിർത്തിയാണ് ഇപ്പോൾ RSSന്റെ നീക്കങ്ങൾ. 35 സീറ്റുകളിൽ വിജയത്തിൽ കുറഞ്ഞതൊന്നും പ്രതീക്ഷിക്കേണ്ട എന്ന് BJPയോട് RSS ഉറപ്പിച്ചു പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ പ്രവർത്തനങ്ങളിലോ സ്ഥാനാർത്ഥി നിർണയത്തിലോ യാതൊരുവിധ വിട്ടുവീഴ്ചയും അരുത്. ആലുവയിൽ ഇന്നലെ നടന്ന RSS ഉന്നതതല യോഗത്തിലാണ് ഇത്തരം സുപ്രധാന തീരുമാനങ്ങൾ പലതും കൈക്കൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിനെ എങ്ങനെ നേരിടണമെന്നാലോചിക്കുന്നതിനായി സംഘം ഭാരവാഹികളുമായി നടത്തിയ കൂടിയാലോചനയാണ് ഇക്കഴിഞ്ഞ ദിവസം ആലുവയിൽ നടന്നത്. ദേശീയ നേതൃത്വത്തിൽ നിന്നും നിരവധി നേതാക്കൾ ഇന്നലത്തെ യോഗത്തിൽ പങ്കെടുത്തു. കേരളത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള ദേശീയ ജനറൽ സെക്രട്ടറി വിനോദ് താഴ്വരെ, നാഷണൽ ഓർഗനൈസിംഗ് സെക്രട്ടറി VL സന്തോഷ്, ശോഭ കരന്തലെ, പ്രകാശ് ജാവദേക്കർ എന്നിവർ ഈ ചർച്ചയിൽ പങ്കെടുത്തു. RSS ക്ഷേത്രീയ പ്രചാരക് ഹരികൃഷ്ണന്റെ നേതൃത്വത്തിൽ RSSന്റെ സംസ്ഥാനത്തെ 2 പ്രാന്തങ്ങളിലുമുള്ള മുതിർന്ന നേതാക്കളും BJP സംസ്ഥാന പ്രസിഡന്റ് രാജു ചന്ദ്രശേഖറും പങ്കെടുത്ത സുപ്രധാന യോഗമാണ് ആലുവയിൽ നടന്നത്. BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരും മുൻ പ്രസിഡന്റുമാരുമൊക്കെ ചർച്ചയിൽ സജീവമായി പങ്കുകൊണ്ടു. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് RSSന്റെ മേൽനോട്ടം ഉറപ്പിക്കുന്ന തരത്തിൽ തന്നെ പ്രചരണം മുന്നോട്ട് കൊണ്ടുപോകാൻ സന്നദ്ധമാണ് എന്ന് BJP അറിയിച്ചു. എന്നാൽ പാർട്ടിയിൽ ഒരു സംഘടനാ സെക്രട്ടറി ഇല്ലാത്തത് ഒരു കുറവാണ് എന്ന് BJP നേതൃത്വം ചൂണ്ടിക്കാട്ടിയപ്പോൾ ഉചിതമായ സമയത്ത് ആ സ്ഥാനത്തേക്ക് ആരെയെങ്കിലും നിയോഗിക്കുമെന്ന് RSS വ്യക്തമാക്കി. സംഘടനാ സെക്രട്ടറി നിലവിലില്ല, എന്നാൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിരീക്ഷിക്കുന്നതിനും ഏകോപിപ്പിക്കുന്നതിനും ഒരു പ്രത്യേക സംവിധാനം ഒരുക്കുമെന്നാണ് RSS പറഞ്ഞിരിക്കുന്നത്. ഇക്കുറി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് BJP ഒരു നിർണായക ശക്തിയായി വളർന്നു വരണം. എറണാകുളം ജില്ലയിൽ 2020-യുമായുള്ള ബാന്ധവം NDA മുന്നണിക്ക് കൂടുതൽ കരുത്തു പകരുമെന്നും യോഗം വിലയിരുത്തി. കൃത്യമായ തന്ത്രങ്ങളാണ് BJPക്ക് വേണ്ടത്. അവ നടപ്പിലാക്കാനുള്ള സംഘടനാ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തണം. BJPക്ക് വലിയ സ്വാധീനമില്ലാത്ത പല സംസ്ഥാനങ്ങളിലും BJP ഭരണം പിടിച്ചതിന് പിന്നിൽ RSSന്റെ പ്രവർത്തനങ്ങൾ തന്നെയാണ് എന്ന് യോഗം വിലയിരുത്തി. ഇത്തരമൊരു തന്ത്രമാവണം കേരളത്തിൽ നടപ്പിലാക്കേണ്ടത്. സെലിബ്രിറ്റികൾ അടക്കം പലരെയും പാർട്ടിയിലേക്ക് പുതുതായി കൊണ്ടുവരുന്നു. എന്നാൽ അവരെക്കുറിച്ച് വ്യക്തമായി പഠിക്കണമെന്നും മനസ്സിലാക്കണമെന്നും ശ്രദ്ധിക്കണമെന്നും RSS BJPയെ ഉപദേശിച്ചു. സംസ്ഥാനത്ത് അടുത്ത കാലത്തുയർന്ന വിജയങ്ങൾ വെറും ഉത്സവമായി കണ്ട് അവിടെവിടെ ചടഞ്ഞുകൂടിക്കിടന്ന് പാർട്ടിയുടെ വിജയസാധ്യതകൾ ഇല്ലാതാക്കരുത് എന്ന് RSS ഓർമ്മപ്പെടുത്തി. പാർട്ടിക്ക് വിജയിച്ചു കയറാവുന്ന നിയമസഭാ മണ്ഡലങ്ങൾ ഇപ്പോഴേ നോക്കിക്കണ്ട് അതിനുവേണ്ട മുന്നൊരുക്കങ്ങൾ അവിടെ തുടങ്ങണം. അതിനുവേണ്ട പ്രവർത്തനങ്ങളിൽ RSSും സജീവമായി ഇടപെടും. സംസ്ഥാനത്തെ മുതിർന്ന 15 നേതാക്കൾ ഏതൊക്കെ മണ്ഡലങ്ങളിൽ മത്സരിക്കണമെന്ന കാര്യത്തിൽ വ്യക്തമായ നിർദ്ദേശം RSS നൽകിക്കഴിഞ്ഞു. അവരോട് എത്രയും വേഗം തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്കായി മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ RSS ആവശ്യപ്പെട്ടു. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപുള്ള ആദ്യ യോഗമാണ് ഇപ്പോൾ ചേർന്നിരിക്കുന്നത്. യോഗത്തിൽ ഉയർന്ന വിശദമായ ചർച്ചയുടെ അടിസ്ഥാനത്തിലാകും ഇനി തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ ഏകോപിപ്പിക്കുക. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് മണ്ഡലം ഭാരവാഹികളിൽ നിന്ന് ഇനി അഭിപ്രായങ്ങൾ സ്വീകരിക്കും. RSSന്റെ ജില്ലാ ഘടകങ്ങൾ ഇക്കാര്യങ്ങൾ ഏകോപിപ്പിക്കും. മണ്ഡലങ്ങളിൽ നിന്ന് നിർദ്ദേശങ്ങൾ രേഖപ്പെടുത്തി BJP പൂർണ്ണമായി ഇവ ക്രോഡീകരിച്ച് RSSന് മുന്നിൽ സമർപ്പിക്കണം. അന്തിമ തീരുമാനം RSSന്റെ അംഗീകാരത്തോടുകൂടി മാത്രമേ കൈക്കൊള്ളൂ.
ചുരുക്കത്തിൽ സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം RSSന്റെ ഇടപെടലാണ് ഇപ്പോൾ ദൃശ്യമാകുന്നത്. ഇതിനിടയിലാണ് തലസ്ഥാന നഗരസഭയിലെ BJP കൗൺസിലർമാരുടെ സംഘം ഇപ്പോൾ ദില്ലിയിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. മേയർ VV രാജേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നവീനുമായി കൂടിക്കാഴ്ച നടത്തി. ദേശീയ ആസ്ഥാനത്ത് പഞ്ചവാദ്യവും താലപ്പൊലിയുമായാണ് സംഘത്തെ ദേശീയ നേതൃത്വം വരവേറ്റത്. ഇന്ന് വൈകിട്ട് സംഘം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും. വലിയ വരവേൽപ്പാണ് മേയർ VV രാജേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിന് ഇപ്പോൾ ദില്ലിയിൽ നിന്ന് ലഭിക്കുന്നത്. ഇന്നലെ റെയിൽവേ സ്റ്റേഷനിൽ വലിയ സ്വീകരണം ഒരുക്കിയിരുന്നു. മലയാളി BJP പ്രവർത്തകർ അടക്കം വലിയ സംഘമാണ് ഇവരെ വരവേൽക്കാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേർന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് തൊട്ടരികിൽ നിൽക്കെ തുടർ പ്രവർത്തനങ്ങൾ എങ്ങനെ വേണമെന്ന് BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നവീൻ കൂടിക്കാഴ്ചയിൽ വ്യക്തമാക്കി. ഇന്ന് വൈകിട്ട് 4 മണി മുതൽ 2 മണിക്കൂറാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ച. തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിജയവും തെരഞ്ഞെടുപ്പിലെ പ്രകടനവുമൊക്കെ ദേശീയ തലത്തിൽ വലിയ ചർച്ചയാക്കുകയാണ് BJP കേന്ദ്ര നേതൃത്വത്തിന്റെ ലക്ഷ്യം. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചില പുതുമുഖങ്ങളെ അവതരിപ്പിക്കാനുള്ള നീക്കങ്ങൾ മറുവശത്ത് കേരളത്തിൽ നടക്കുന്നു. ചില സെലിബ്രിറ്റികളെ, പ്രമുഖ വ്യക്തികളെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രംഗത്തിറക്കാനുള്ള അടിയറ നീക്കങ്ങൾ ഇപ്പോൾ ശക്തമാണ്. തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് ശക്തമായ പ്രചരണം ഇതിനകം തന്നെ പാർട്ടി തുടക്കമിട്ട് കഴിഞ്ഞു. RSS കൂടി കളത്തിലിറങ്ങുമ്പോൾ കൂടുതൽ കളം കൊഴുക്കുമെന്ന് വ്യക്തം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.